വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. കുറച്ച് കാലമായി ചാനലിൽ വീഡിയോസൊക്കെ വന്നിട്ട് എക്സാം റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് SLC റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. ഇപ്പോഴും അതിൻ്റെ സന്തോഷം എനിക്ക് വിട്ടു മാറിയിട്ടില്ല. പക്ഷേ ഇനി ഈ SLC എന്ന് പറയുന്നത് ഒരു അവസാനം മാത്രമല്ല, ഇനി ഒരുപാട് എക്സാംസ് കിടക്കുന്നുണ്ടെന്നുള്ളത് നല്ല ബോധ്യം എനിക്കുണ്ട്. ഈ ഒരു വീഡിയോ അടുത്ത ഇനി വരുന്ന SLC കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ SSLC പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് SLC എന്ന് പറയുന്നൊരു വലിയ സംഭവമൊന്നുമില്ല. നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് പഠിച്ചു തീർക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല സ്റ്റഡി പ്ലാൻ, പിന്നെ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലൊക്കെ പഠിച്ചാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം വയ്ക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ കണ്ടതിലേക്ക് വരാം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, എക്സാമിനോട് അടുത്തിട്ട് പഠിച്ചാൽ മതി എന്നുള്ള ചിന്ത ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ആ ചിന്ത അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എക്സാമിനോട് അടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാനുണ്ടാവും. അപ്പോൾ പഠനം ഒരു സ്ട്രെസ്സായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ഒരു ഭാരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ പ്രോപ്പറായിട്ടുള്ള പ്ലാനോട് കൂടി നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ പഠനം ഒരു ഭാരമായിട്ട് തോന്നില്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു കാര്യമായിട്ട് നടന്നു പോവുകയും ചെയ്യും. സോ തുടക്കം മുതലേ പഠിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. അന്നെടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് SLCയിൽ ഫുൾ A+ വാങ്ങാൻ സിമ്പിളായിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും. പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്ന വിധത്തിൽ പഠിക്കാം. അത്രയും ടൈം എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് A+ വാങ്ങാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. രാവിലെ നേരത്തെ എണീച്ച് പഠിക്കാൻ നോക്കുക. നമുക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. ഇപ്പോൾ ട്യൂഷനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ ട്യൂഷന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 5 മണിക്കാകുമ്പോൾ എണീറ്റ് ഒരു 7 മണി 6 വരെയൊക്കെ പഠിക്കുന്നത് വളരെ നല്ലതാണ്. ട്യൂഷനൊന്നും ഇല്ല, ഫ്രീ ആണ്. ഒരു 9 മണിക്കാകുമ്പോഴേക്കും സ്കൂളിലേക്ക് എത്തിയാൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൊക്കെ എണീറ്റ് പഠിച്ചു തുടങ്ങിയാൽ മതിയാവും. രാവിലെ എണീറ്റ് പഠിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എണീറ്റ സമയത്ത് നമ്മുടെ ബ്രെയിൻ റിഫ്രഷ്ഡ് ആയിട്ട് ഇരിക്കുന്ന ടൈമായിരിക്കും. സോ ആ സമയത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. പിന്നെ ഓരോരുത്തരുടെയും പിക്ക് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. സോ ആ പിക്ക് ടൈം കണ്ടെത്തി പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള റിവിഷൻ ആവശ്യമാണ്. എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത്, റിവിഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സിമ്പിളായിട്ട് എങ്ങനെ റിവിഷൻ ചെയ്യാൻ തുടങ്ങിയതൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. മാർക്ക് കിട്ടുന്നതിന് നമ്മൾ പഠിക്കുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബോറടിച്ചുകൊണ്ട് പഠിക്കുന്ന സമയത്ത്, നമ്മളതൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ നമുക്ക് ബോറടിക്കാണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ബോറടിക്കാണ്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഇൻട്രസ്റ്റോട് കൂടി അതിനെ അപ്രോച്ച് ചെയ്യാം. ഇതൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റും, ഇത് കുറച്ചല്ലേ ഉള്ളൂ, എനിക്ക് ഇന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. അല്ലാണ്ട് ഇത്രയും പഠിക്കാനുണ്ടല്ലോ, ഇന്നെ കൊണ്ടൊന്നും വയ്യ എന്നുള്ള രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് നമ്മുടെ ബ്രെയിനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ നല്ലൊരു മൈൻഡ് സെറ്റിൽ, ഇത് എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കാം. പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പഠനം കുറച്ചും കൂടി ഇംപ്രസീവ് ആക്കാനും ബോറടിക്കാതെ കൊണ്ടുപോകാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് ഈ ടിപ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതായത് നമ്മുടെ പഠിക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുന്ന സ്ഥലം നീറ്റ് ആൻഡ് കാം ആയിരിക്കണം. ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാത്ത സ്ഥലത്ത് ഇരുന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമ്മുടെ പഠനം കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാനും കൂടുതൽ ബോറടിക്കാതെ പഠിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തത്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ പെൻസ്, ഹൈലൈറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാം. നമ്മുടെ പഠനം കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ പഠിച്ച കാര്യം നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമ്മൾ തന്നെ സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യം നമ്മുടെ ഓൺ വോയിസിൽ റെക്കോർഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ മിസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് തെറ്റിയിട്ടുള്ളത് എന്നുള്ളത്. സോ നമുക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സെൽഫ് ടെസ്റ്റ് ആണ്. നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ്. നമുക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടക്ട് ചെയ്യാം. ഗൂഗിളിലോ മറ്റും സെർച്ച് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരിക്കലും അത് ഒരു കള്ളത്തരം എന്നുള്ള രീതിയിൽ ചെയ്യരുത്. സിൻസിയർ ആയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ ഒന്നും നോക്കാതെ കറക്റ്റായിട്ട് ചെയ്യുക. ആൻസർ കീ നോക്കുക, നമുക്ക് എത്ര മാർക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ വിലയിരുത്തുക. അതിനുശേഷം നമുക്ക് ഏതൊക്കെ ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് തെറ്റിയിട്ടുള്ളത്, ഇനി എന്തൊക്കെയാണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അതായത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഇത് നല്ലൊരു കാര്യമാണ്. നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ പറ്റും, നമുക്ക് നമ്മളെ തന്നെ സ്വയം ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടും പറ്റും.
ഇനി ശ്രദ്ധിക്കേണ്ടത് ഓരോ ചാപ്റ്ററും ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ ആ ചാപ്റ്ററിന്റെ കണ്ടന്റ് എന്താണ്, അല്ലെങ്കിൽ ആ ചാപ്റ്റർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോഴാണ് നമുക്ക് ആ ചാപ്റ്റർ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. സോ അതിൻ്റെ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സിനെ കുറിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി ലാംഗ്വേജസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇംഗ്ലീഷ്, ഹിന്ദി പോലുള്ള സബ്ജക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം അതിൽ വരുന്ന ആക്ടിവിറ്റീസ് ലൈക്ക് ഡയറി, ലെറ്റർ, പോസ്റ്റർ തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ PYQs നോക്കി ഏതൊക്കെ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ച് ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. മറ്റ് സബ്ജക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടന്റ് ജസ്റ്റ് ഷോർട്ട് ആക്കിയിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് എക്സാം ടൈമിലൊക്കെ പെട്ടെന്ന് റിവൈസ് ചെയ്തെടുക്കാൻ ഏറ്റവും നല്ല ഒരു മെത്തഡാണ് ഷോർട്ട് നോട്ട്സ് എഴുതുക എന്നുള്ളത്. സോ ഷോർട്ട് നോട്ട്സ് എഴുതി പഠിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴും ആ ചാപ്റ്ററിലെ PYQs പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ വേണമെന്നില്ല, ഒരു പോർഷൻ പഠിച്ചു തീർന്നാൽ ആ പോർഷനിൽ വന്നിട്ടുള്ള PYQs ചെക്ക് ചെയ്ത് അത് സോൾവ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ PYQ പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ നല്ല ഒരു സ്റ്റഡി മെത്തേഡാണ്. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഒരു തവണയോട് ഞാൻ പറയാണ്, SLC എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ വിചാരിച്ചാൽ, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനോട് കൂടി പഠിച്ചാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, ഫുൾ A+ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഞാൻ ഒന്നും കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, SSLC എന്ന് പറയുന്നത് ഒന്നിൻ്റെയും ഒരു അവസാനമല്ല, ഒരു തുടക്കം മാത്രമാണ്. ആ ഒരു രീതിയിലെടുത്ത് നമ്മൾ പഠിക്കുക. ഫുൾ A+ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വലിയ നിലയിലൊന്നും എത്താൻ പോകുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കിടക്കുകയാണ്. സോ ആ ഒരു സത്യം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.